1996 ജനുവരി 16 സ്ലൊവേനിയ. ജ്ഞാനദളം 60. ഗുരുവിന് തൃപ്തിയുണ്ടോ അതൃപ്തിയുണ്ടോ? ഗുരുവിനെ തൃപ്തിപ്പെടുത്തുക എന്നതാണ് ശിഷ്യന്റെ ജോലി. എന്നാൽ സ്വതവേ തന്നെ തൃപ്തിയുള്ള ഒരാളെ എങ്ങനെയാണ് തൃപ്തിപ്പെടുത്തുക? ഗുരുവിന് തൃപ്തിയുണ്ടെങ്കിൽ നിങ്ങളുടെ വളർച്ച മുരടിച്ചിരിക്കുന്നു. ഗുരുവിന് അതൃപ്തിയുണ്ടെങ്കിൽ അദ്ദേഹം ആത്മാവിൽ നിന്ന് അകലെയാണെന്നാണ് അർത്ഥം. അങ്ങനെ ഒരാൾക്ക് ഗുരുവാകാൻ പറ്റുകയില്ല. ഗുരുവിന് തൃപ്തിയുണ്ടെങ്കിൽ എങ്ങനെയാണ് നിങ്ങൾക്ക് വളരാനുള്ള പ്രചോദനം നൽകുക? ഗുരുവിന് തൃപ്തിയുണ്ടെങ്കിൽ ഗുരുവാകാൻ കഴിയുകയില്ല. നിങ്ങൾക്ക് ഈ കടങ്കഥയ്ക്ക് ഉത്തരം കണ്ടെത്താൻ കഴിയുമോ? ഗുരുവിനെ തൃപ്തിപ്പെടുത്തുന്നതിനു വേണ്ടി പ്രവർത്തിച്ചിട്ടില്ലെങ്കിൽ നിങ്ങൾ സ്വന്തം ഇഷ്ടാനിഷ്ടങ്ങളുടെ വലയിൽ പെട്ടുകിടക്കും. സ്വന്തം ആഗ്രഹങ്ങളെയും അഹംഭാവത്തെയും തൃപ്തിപ്പെടുത്താൻ ശ്രമിക്കുമ്പോൾ നിങ്ങൾ ദുരിതത്തിൽ പെട്ടുപോകും. നിങ്ങളെ തന്നെ തൃപ്തിപ്പെടുത്താൻ സ്ഥിരമായി ശ്രമിച്ചുകൊണ്ടിരിക്കുന്നതാണ് അസന്തുഷ്ടിയുടെ സൂത്രവാക്യം. ഗുരുവിനെ സേവിക്കുമ്പോൾ നിങ്ങളെ തന്നെ തൃപ്തിപ്പെടുത്തുന്ന ആഗ്രഹങ്ങളിൽ നിന്ന് നിങ്ങളുടെ കേന്ദ്രീകരണം മറ്റുള്ളവരെ സേവിക്കുന്നതിലേക്കും കരുതൽ നൽകുന്നതിലേക്കുമായി മാറും. ഇത് നിങ്ങളുടെ ആന്തരിക വളർച്ചയ്ക്കുള്ള വഴിയൊരുക്കും. ചെറിയ മനസ്സിനെ അല്ലെങ്കിൽ ഞാനിനെ ഇല്ലാതാക്കാനാണ് നിങ്ങൾ ഗുരുവിന്റെ അടുത്തെത്തുന്നത്. സ്വന്തം ആഗ്രഹങ്ങൾ പൂർത്തീകരിക്കാനാണ് ശിഷ്യൻ മനസ്സ് കേന്ദ്രീകരിക്കുന്നതെങ്കിൽ ഗുരുവിന് ഒന്നും ചെയ്യാനില്ല. മാത്രമല്ല, ദുരിതത്തിന് അവസാനവുമില്ല. ജയ് ഗുരുദേവ്.